എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പാർട്ടായിട്ടായിരിക്കും നമുക്ക് ഈ ക്ലാസ്സുകൾ വരുന്നത്. ആകെ മുഴുവൻ 12 രാജാക്കന്മാരാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തിരുവിതാംകൂർ ചരിത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1949 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ കാലഘട്ടം 1729 മുതൽ 1949 വരെയാണ്. ഇനി 12 രാജാക്കന്മാരായിരുന്നു ഈ 1729 മുതൽ 1949 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂറിനെ ഭരിച്ചിരുന്നത്. ആധുനിക കാലഘട്ടത്തെ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന ഈ രാജ്യം മധ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വേണാട് സാമ്രാജ്യം എന്നാണ്. ആധുനിക കാലഘട്ടത്തിൽ തിരുവിതാംകൂർ സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ഈ സാമ്രാജ്യം മധ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? വേണാട് സാമ്രാജ്യം എന്നാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച സാമ്രാജ്യമാണ് ഇത് തിരുവിതാംകൂർ സാമ്രാജ്യം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച സാമ്രാജ്യമാണ് തിരുവിതാംകൂർ സാമ്രാജ്യം. പോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ നാട്ടുരാജ്യമാണിത്. ആദ്യ സെൻസസ് എടുത്ത നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ സാമ്രാജ്യം. ഇന്ത്യയിൽ രണ്ടാമത് നിയമനിർമ്മാണ സഭ കൊണ്ടുവന്ന രാജ്യമാണ് ഇത് തിരുവിതാംകൂർ സാമ്രാജ്യം. അപ്പൊ ഒന്നാമത് കൊണ്ടുവന്ന ഏത് സാമ്രാജ്യമായിരിക്കും? അത് മൈസൂർ സാമ്രാജ്യമാണ്, മറന്നു പോകരുത്. ഇനി നമ്മൾ ആധുനിക തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്, മാർത്താണ്ഡവർമ്മ. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ചിരുന്ന വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. 1706 മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേരെന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, തിരുവിതാംകൂറിലെ അശോകൻ, അയൺമാൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരത്തായിരുന്നു. നമ്മൾ എന്താണ് നോക്കുന്നത്? 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ സാമ്രാജ്യം ഭരിച്ചിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിലെ അശോകൻ, അയൺമാൻ, പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരത്തായിരുന്നു. ഈ പത്മനാഭപുരം ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭപുരം ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട് സംസ്ഥാനത്താണെന്ന് ഓർത്തിരിക്കുക. ഈ പത്മനാഭപുരത്തിന്റെ ആദ്യകാല നാമം കൽക്കുളം എന്നായിരുന്നു. എന്താണ്? കൽക്കുളം എന്നായിരുന്നു പത്മനാഭപുരത്തിന്റെ ആദ്യത്തെ നാമം. അതിനെ നവീകരിച്ചാണ് പത്മനാഭപുരം എന്നാക്കിയത്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം എവിടെയാണ്? മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം മാവേലിക്കരയാണ്. എവിടെയാണ്? മാവേലിക്കര. ഇനി മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ എന്നാണ്. എന്താണ്? മുളകുമടി ശീലക്കാർ എന്നാണ്. ക്വസ്റ്റ്യൻ വരാം. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? മുളകുമടി ശീലക്കാർ. ഇനി മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മല്ലൻ ശങ്കരനായിരുന്നു. കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ കാലഘട്ടത്തിലെ പ്രധാന കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, രാമപുരത്ത് വാര്യർ എന്നിവർ. അനിഴം, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, രാമപുരത്ത് വാര്യർ എന്നിവരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ പ്രധാന കവികൾ. മാർത്താണ്ഡവർമ്മയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന രാജാവാണ് രാമവർമ്മ രാജാവ്. മാർത്താണ്ഡവർമ്മയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന രാജാവാണ് ആര്? രാമവർമ്മ രാജാവ്. മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കുന്ന സമയത്താണ് വേണാട് ഉടമ്പടി ഒപ്പിടുന്നത്. വേണാട് ഉടമ്പടി നമ്മൾ എവിടെയാണ് പഠിച്ചത്? ആറ്റിങ്ങൽ കലാപത്തിലാണ് പഠിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് ആക്രമണത്തിൽ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. ഓക്കെ, ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ബ്രിട്ടീഷുകാർ ആദ്യമായി ഒപ്പിടുന്ന ഉടമ്പടിയാണ് ഇത്, വേണാട് ഉടമ്പടി. ഇനി 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തോടനുബന്ധിച്ചാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് കുളച്ചൽ യുദ്ധം. 1841 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിക്കുകയും ഡില്ലോയെ പിടിച്ചുകൊണ്ട് വരികയും വലിയ കപ്പിത്താൻ എന്ന നിലയിൽ തിരുവിതാംകൂർ സൈന്യാധിപനെ ആക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഡച്ച് അധിനിവേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവര് അതും കാണാം. ഇനി മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന പുതിയ രീതികളായിരുന്നു ഹിരണ്യഗർഭ, ഭദ്രദീപം, മുറജപം എന്നിവ. ഹിരണ്യഗർഭ, ഭദ്രദീപം, മുറജപം എന്നിവ ആര് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്? മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. 1742 കായംകുളം രാജാവുമായി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്, മാന്നാർ ഉടമ്പടി.
മാങ്ങ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1742. ആരായിട്ടാ ഒപ്പുവെച്ചത്? കായംകുളം രാജാവുമായിട്ടാണ് ഒപ്പുവെച്ചത്. ഇനി 1746 മാർത്താണ്ഡവർമ്മയുടെ മറ്റൊരു യുദ്ധമായ പുറക്കാട് യുദ്ധം നടക്കുന്നത്. ഇത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. മാങ്ങ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ കായംകുളം രാജാവ് പരിപാലിച്ചു അല്ലെങ്കിൽ അനുസരിക്കാത്തതിനാലാണ് ഈ യുദ്ധം നടന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? കായംകുളം പിടിച്ചടക്കി. ഈ യുദ്ധം അറിയപ്പെടുന്ന പേരെന്താണ്? പുറക്കാട് യുദ്ധം എന്നാണ്. എന്താണ് പുറക്കാട് യുദ്ധം? 1750 ജനുവരി 3-നാണ് പ്രശസ്തമായ തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തുന്നത്. 1750 ജനുവരി 3-ന് മാർത്താണ്ഡവർമ്മ എന്താണ് നടത്തിയത്? തൃപ്പടിദാനം. തന്റെ രാജ്യവും ഉടവാളും ശ്രീപത്മനാഭ സ്വാമിക്ക് നൽകി. ശ്രീപത്മനാഭ സ്വാമിയുടെ ദാസനായിട്ടാണ് പിന്നീടുള്ള കാലം അദ്ദേഹം രാജ്യഭരണം നടത്തിയത്. തന്റെ രാജ്യ ഉടവാളും ശ്രീപത്മനാഭ സ്വാമിക്ക് നൽകിയിട്ട് അദ്ദേഹത്തിന്റെ ശ്രീപത്മനാഭ സ്വാമിയുടെ ദാസനായിട്ടാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തത്? ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിച്ചൊരു പേരാണ് ശ്രീപത്മനാഭദാസ വാഞ്ചിപാല. എന്താണ്? ശ്രീപത്മനാഭദാസ വാഞ്ചിപാല എന്നത്. അടുത്തത് 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഡച്ചുകാർ അധിനിവേശത്തെ പൂർണ്ണമായി തകർത്തു കളഞ്ഞൊരു ഉടമ്പടി ആയിരുന്നത് മാവേലിക്കര ഉടമ്പടി. ഓക്കെ, നമ്മൾ ഡച്ച് അധിനിവേശത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടി. ഇനി മാടമ്പിമാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തിയതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അവസാനത്തെ മാമാങ്കം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ഇതും മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. അവസാനത്തെ മാമാങ്കം നടന്ന 1785. പിന്നെ ഉദയഗിരി കോട്ട നിർമ്മിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിലിനോയുടെ സമാധി സ്ഥലമാണ് ഇത് ഉദയഗിരി കോട്ട. ഉദയഗിരി കോട്ട ഇപ്പൊ എവിടെയാണ്? തമിഴ്നാട് സംസ്ഥാനത്താണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എന്തൊക്കെയാണ് നമ്മളത്? ഉദയഗിരി കോട്ട, വട്ടക്കോട്ട എന്നിവ നിർമ്മിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അവസാനത്തെ മാമാങ്കം നടന്നത് 1755. ഉദയഗിരി കോട്ട ആരുടെ സമാധി സ്ഥലമാണ്? ഡച്ച് സൈന്യാധിപനായ ഡിലിനോയുടെ സമാധി സ്ഥലമാണെന്ന് ഓർത്തിരിക്കുക. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. പൊന്മല ഡാം, പുത്തൻ ഡാം എന്നിവ പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ക്ലിയർ ആണല്ലോ? മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രാജാവിലേക്ക് പോകാം. രാമവർമ്മ 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ, ധർമ്മരാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ സാമ്രാജ്യം ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ധർമ്മരാജ്യം എന്നാണ് ഓർത്തിരിക്കുക. 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചതും കാർത്തിക തിരുനാളാണ്. കൊച്ചി രാജാവും കാർത്തിക തിരുനാളും തമ്മിൽ ഒപ്പുവെച്ച, അതായത് ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് കൊച്ചി രാജാവും കാർത്തിക തിരുനാളും തമ്മിലാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. നെടുങ്കോട്ട പണികഴിപ്പിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ. നെടുങ്കോട്ട യുദ്ധം നടന്ന സമയത്തെ രാജാവുമാരായിരുന്നു കാർത്തിക തിരുനാളാണ്. ടിപ്പു സുൽത്താനും തിരുവിതാംകൂർ സാമ്രാജ്യം തമ്മിൽ നടന്ന യുദ്ധമാണ് നെടുങ്കോട്ട യുദ്ധം. തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ വർദ്ധിച്ചിരുന്ന ആ ഒരു ധനത്തിലും അവരുടെ ആ ഒരു പ്രൗഢിയും കണ്ടിട്ട് ടിപ്പു സുൽത്താനും ഹൈദരാലിയും തുടരെ കേരളത്തെ ആക്രമിച്ചിരുന്നു. നെടുങ്കോട്ട യുദ്ധത്തിൽ ടിപ്പു സുൽത്താനാണ് നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഈ യുദ്ധത്തില് നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യം വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കാർത്തിക തിരുനാളിലെ പ്രശസ്തരായ ദിവാൻമാരായിരുന്നു രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയും. ആരൊക്കെയാണ്? രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയും. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? മോണിങ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖത്തിന്റെയും പട്ടണത്തിന്റെയും ചാല കമ്പോളത്തിന്റെയും ശില്പി എന്നറിയപ്പെടുന്നത് നമ്മുടെ കേശവദാസാണ്. രാജ കേശവദാസാണ്. ആലപ്പുഴ തുറമുഖത്തിന്റെയും പട്ടണത്തിന്റെയും കമ്പോളത്തിന്റെയും ശില്പി ആരാണ്? രാജ കേശവദാസാണെന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണിത് കേശവദാസപുരം. ഏതാ? കേശവദാസപുരം. അടുത്തത് വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചത് നമ്മുടെ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർത്തിക തിരുനാൾ രാമവർമ്മയെ കുറിച്ച് നോക്കി. നമുക്കിനി അടുത്ത രാജാവിലേക്ക് പോകാം.
അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു. തിരുവിതാംകൂറിലെ ഏറ്റവും അശക്തനായ രാജാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. രാജാവ് അശക്തനായതിനാൽ ഭരണം 3 മന്ത്രിമാരെ ഏറ്റെടുക്കേണ്ടി വന്നു. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ഷെട്ടി, അതുപോലെ തന്നെ മാത്തു തരകൻ എന്നീ 3 മന്ത്രിമാരുടെ കയ്യിലായി തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ ഭരണം. ഈ 3 മന്ത്രിമാരുടെ ഭരണം എന്താക്കി? നമ്മുടെ തിരുവിതാംകൂറിനെ ഒരുപാട് കടത്തിലേക്ക് മാറ്റി. അപ്പം ഈ 3 മന്ത്രിമാരുടെ ഭരണത്തിനെതിരെ തലക്കുളത്തെ കാര്യക്കാരനായിരുന്ന വേലുത്തമ്പി ദളവ പ്രതികരിക്കുകയും മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയുണ്ടായി. എങ്ങനെ? ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ട് രാജാവ് മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാണ്. അപ്പൊ ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ച് നോക്കാം. വേലുത്തമ്പി ദളവ ജനിച്ചത് എവിടെയാണ്? കൽക്കുളത്താണ്. അദ്ദേഹം തിരുവിതാംകൂർ ദിവാനായ വർഷം 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ദിവാനായ വർഷം ഏതാണ്? 1802. അടുത്തത്, തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടക്കുമ്പോൾ അവിട്ടം തിരുനാളായിരുന്നു രാജാവ്. തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടക്കുമ്പോൾ രാജാവായിരുന്നത് ആരാണ്? അവിട്ടം തിരുനാളായിരുന്നു. ഇനി തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന് അലവൻസ് കുറയ്ക്കാൻ വേലുത്തമ്പി ദളവ തീരുമാനിച്ച നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് എന്ത്? പട്ടാള ലഹള. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന് നൽകിയിരുന്ന അലവൻസ് കുറയ്ക്കാനായിട്ട് വേലുത്തമ്പി ദളവ ശ്രമിക്കുകയും അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് എന്ത്? പട്ടാള ലഹള എന്നുള്ളത്. അപ്പോൾ പട്ടാള ലഹളയുടെ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. പട്ടാള ലഹള നടക്കുമ്പോൾ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടന്ന വർഷം ഏതാണ്? 1804. 1804 തിരുവിതാംകൂറിൽ എന്ത് 1804 എന്ത് നടക്കുന്നത്? പട്ടാള ലഹള നടക്കുന്നത്. ഇനി കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയൊരു വിളംബരമാണ് ഈ കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. എന്നാണ്? 1809 ജനുവരി 11. മറന്നു പോകരുത്. ഇനി വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ ആണ്. വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിലാണ്. എവിടെയാണ്? മണ്ണടി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെയാണ്? മണ്ണടി ക്ഷേത്രത്താണ്. ഓക്കെ. അടുത്തത്, വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹം ആത്മഹത്യ ചെയ്ത മണ്ണടിയിൽ തന്നെയാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചത് ആരാണ്? കേണൽ ലീഗർ ആണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് എവിടെ വെച്ചാണ്? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ്. മണ്ണടി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വേലുത്തമ്പി ദളവയുടെ സ്മാരകം എവിടെയാണ്? അത് മണ്ണടിയിലാണ്. ഇനി വേലുത്തമ്പി ദളവയുടെ വാൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണെന്നോട് ഓർത്തിരിക്കുക. അടുത്തത്, അവിട്ടം തിരുനാളിന്റെ കാലഘട്ടത്തിലെ പ്രധാന അല്ലെങ്കിൽ പ്രശസ്തരായിരുന്ന ദിവാൻമാരായിരുന്നു വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയും. വേലുത്തമ്പി ദളവയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത ആരാണ്? ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം പുതുക്കി പണിതതും ബാലരാമപുരം പട്ടണം സ്ഥാപിച്ചതും ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. എന്തൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖം പുതുക്കി പണിഞ്ഞതും ബാലരാമപുരം പട്ടണം സ്ഥാപിച്ചത് ആരാണ്? ഏത് ദിവാനാണ്? ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചതും ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിലെ പോലീസ് സേന അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കാവൽ. തിരുവിതാംകൂറിലെ പോലീസ് സേന അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കാവൽ എന്ന പേരിലാണ്. ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ അവിട്ടം തിരുനാളും കഴിഞ്ഞു. അടുത്തത് ഒരു രാജ്ഞിയാണ്. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. ആരാണ്? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ആണ് കേട്ടോ. അപ്പം 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര്? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര്? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റുമാണ് ആര്? ആയില്യം തിരുനാൾ. ഇനി തിരുവിതാംകൂറിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരണത്തിലിരുന്ന ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മി ഭായ്. 1810 മുതൽ 13 വരെ ഭരണാധികാരിയായിട്ട് തിരുവിതാംകൂറിനെ നേരിട്ട് ഭരിക്കുകയും 13 സ്വാതി തിരുനാൾ മകനായി ജനിച്ചത് തൊട്ട് 1815 ഗൗരി ലക്ഷ്മി ഭായ് മരണമടയുന്നത് വരെ എന്തായിട്ട് ഭരിച്ചു? റീജന്റ് ആയിട്ടാണ് ഭരിച്ചത്. തിരുവിതാംകൂറിന്റെ റീജന്റ്, അതായത് തിരുവിതാംകൂർ സാമ്രാജ്യത്തിലെ സ്വാതി തിരുനാളിന്റെ റീജന്റ് ആയിട്ടാണ് ഗൗരി ലക്ഷ്മി ഭായ് ഭരിക്കുന്നത്. അടുത്തത്, ഗൗരി ലക്ഷ്മി ഭായിയുടെ സമയത്തെ ദിവാൻ ആയിരുന്നാര്? കേണൽ ജോൺ മൺറോ. ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലെ ദിവാൻ ആരാണ്? കേണൽ ജോൺ മൺറോ. ഇനി 1812 ഗൗരി ലക്ഷ്മി ഭായ് എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ഇതേ 1812 കുറിച്യ കലാപം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എന്താണ് കുറിച്യ കലാപം? കുറിച്യ കലാപത്തിന്റെ നേതാവാരാണ്? രാമനമ്പിയാണെന്നോട് ഓർത്തിരിക്കുക. അപ്പം 1812 തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിർത്തലാക്കി. ആര്? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിഭായ്. ഇനി 1811 മുതൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. 1814 തിരുവിതാംകൂറിൽ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചു. ഇവ അറിയപ്പെട്ടിരുന്നത് ഹുസൂർ കോടതികൾ എന്നാണ്. എന്താണ്? ഹുസൂർ കോടതികൾ എന്നാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ഹുസൂർ കോടതികൾ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1814 ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വരാം. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1729 മുതൽ 1949 വരെയാണെന്ന് പറഞ്ഞല്ലോ. 12 രാജാക്കന്മാരായിരുന്നു ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ആദ്യത്തെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ ആധുനിക കാലഘട്ടത്തെ തിരുവിതാംകൂർ സാമ്രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മധ്യ കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ വേണാട് സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച സാമ്രാജ്യമാണ് ഇത്? തിരുവിതാംകൂർ സാമ്രാജ്യം. ഇനി പോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? അതും തിരുവിതാംകൂർ സാമ്രാജ്യമാണ്. ആദ്യ സെൻസസ് എടുത്ത നാട്ടുരാജ്യമാണ് ഇത്? തിരുവിതാംകൂർ സാമ്രാജ്യം. ഇന്ത്യയിൽ രണ്ടാമത് നിയമനിർമ്മാണ സഭ കൊണ്ടുവന്ന സാമ്രാജ്യമാണ് ഇത്? തിരുവിതാംകൂർ സാമ്രാജ്യം. ഒന്നാമത് കൊണ്ടുവന്നത് മൈസൂരാണെന്ന് ഓർത്തിരിക്കുക. ഇനി മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 1729 മുതൽ 58 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിലെ അശോകൻ, അയൺമാൻ, പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം പത്മനാഭപുരത്തായിരുന്നു. പത്മനാഭപുരത്തിന്റെ പഴയ പേരെന്തായിരുന്നു? കൽക്കുളം എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇപ്പം തമിഴ്നാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം ഏതാണ്? മാവേലിക്കരയാണ്. വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മുളകുമടി ശീലക്കാർ എന്നാണ്. എന്താണ്? മുളകുമടി ശീലക്കാർ. റവന്യൂ മന്ത്രി ആരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ? മല്ലൻ ശങ്കരനായിരുന്നു. അടുത്തത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ പ്രധാന കവികളായിരുന്നു ആരൊക്കെ? കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, രാമപുരത്ത് വാര്യർ എന്നിവർ. ഇനി മാർത്താണ്ഡവർമ്മയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? രാമവർമ്മ രാജാവാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? വേണാട് ഉടമ്പടി ബ്രിട്ടീഷുകാരായിട്ട് ഒപ്പിടുന്നത്. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യമായി ഒപ്പിടുന്ന ഉടമ്പടിയാണ് ഇത്? വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടി 1723 ഒപ്പുവെച്ചത്. ആറ്റിങ്കൽ കലാപത്തോടനുബന്ധിച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. ഇനി ആറ്റിങ്കൽ കലാപം എന്തായിരുന്നു? ബ്രിട്ടീഷിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്? ആറ്റിങ്കൽ കലാപം. ഓക്കെ, 1721 ആറ്റിങ്കൽ കലാപം നടക്കുന്നത്. ഈ കലാപത്തിൽ നമ്മുടെ ഗിഫോർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് നേതാവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന 140ഓളം അനുയായികളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഗിഫോർഡും സംഘങ്ങളും ഗിഫ്റ്റുകൾ നൽകിയിരുന്നത്, റാണിക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നത് ആര് വഴിയാണ്? പിള്ളമാര് വഴിയാണ്, ഫ്യൂഡൽ ലോഡ്സ് വഴി. അപ്പൊ അതെന്ത് ചെയ്തു? ഇവർ പറഞ്ഞു ഡയറക്റ്റ്, നമ്മുടെ ബ്രിട്ടീഷുകാർ അറിയുന്ന പോലെ ഡയറക്റ്റ് ഗിഫ്റ്റുകൾ കൊടുത്തോളാം. അപ്പൊ ഇതിൽ കോപാകുലരായ നാട്ടുകാരും അതുപോലെ തന്നെ പിള്ളമാരും ചേർന്നിട്ടാണ് ഗിഫോർഡിനെ ഈ 140 അനുയായികളെയും കൊല്ലുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷ് ആധിപത്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് 1841 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണിത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം എന്താണ്? ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിക്കുന്ന രാജാവായി മാറുകയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിലൂടെ. ഓക്കെ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡിലിനോ എന്ന് പറയുന്ന ഡച്ച് സൈന്യാധിപനെ പിടികൂടുകയും അദ്ദേഹത്തെ തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായിട്ട് വാഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് വലിയ കപ്പിത്താൻ എന്നൊരു പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ എന്താണ് ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചതാണ് മാർത്താണ്ഡവർമ്മയാണ്. നമുക്ക് അതിലേക്ക് വരാം. അടുത്തത് മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന പുതിയ രീതികളായിരുന്നു എന്തൊക്കെ? ഹിരണ്യഗർഭ, ഭദ്രദീപം, മുറജപം എന്നിവ. ഇനി 1742 കായംകുളം രാജാവുമായിട്ട് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്? മാന്നാർ ഉടമ്പടി. ഈ ഉടമ്പടി തെറ്റിച്ചതിനെ തുടർന്ന് 1746 പുറക്കാട് യുദ്ധം നടക്കുകയും മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് 1750 ജനുവരി 3 പ്രശസ്തമായ തൃപ്പടിദാനം ആര് നടത്തുന്നത്? മാർത്താണ്ഡവർമ്മ നടത്തുന്നത്. തൻ്റെ രാജ്യവും ഉടവാളും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം ശ്രീ പത്മനാഭസ്വാമിക്ക് നൽകി. ശ്രീ പത്മനാഭസ്വാമിയുടെ ദാസനായിട്ടാണ് പിന്നീടുള്ള കാലം അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഒരു തൃപ്പടിദാനത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു പേര് ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ശ്രീ പത്മനാഭദാസ വാഞ്ചിപ്പാല എന്നാണ്. എന്താണ്? ശ്രീ പത്മനാഭദാസ വാഞ്ചിപ്പാല. ഇനി 1753 ഡച്ചുകാരുമായിട്ട് മാർത്താണ്ഡവർമ്മ മറ്റൊരു ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു, മാവേലിക്കര ഉടമ്പടി. ഈ ഉടമ്പടിയോടുകൂടി ഡച്ചുകാരുടെ കേരളത്തിലെ ഭരണം അങ്ങ് അവസാനിക്കുകയാണ്. ഓക്കെ,
ഇനി മാടമ്പിമാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തിയ രാജാവായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. അവസാനത്തെ മാമാങ്കം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. അവസാനത്തെ മാമാങ്കം 1755 നടന്നത്. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡില്ലിനോയുടെ സമാധി സ്ഥലം ഏതാണ്? ഉദയഗിരിക്കോട്ട. ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് ഉദയഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. കൃഷ്ണപുരം കൊട്ടാരവും പൊന്മന ഡാമും പുത്തൻ ഡാമും ഒക്കെ നിർമ്മിച്ച ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കേരള ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെത്. ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അടുത്തത് നമ്മൾ പറഞ്ഞ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 98 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവുമാരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കിഴവൻ രാജാവ്, ധർമ്മരാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ സാമ്രാജ്യം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ധർമ്മരാജ്യം എന്നാണ് ഇവിടെ ഓർത്തിരിക്കുക. പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാണ് ആര്? കാർത്തിക തിരുനാൾ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. കൊച്ചി രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയും തമ്മിൽ നടന്ന ഒരു ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി. ഇത് ഒപ്പുവെച്ചത് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചത് ആയതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ശുചീന്ദ്രം ഉടമ്പടി എന്ന പേര് വീണത്. ഇനി നെടുങ്കോട്ട പണികഴിപ്പിച്ച രാജാവാണ് ആര്? കാർത്തിക തിരുനാൾ. നെടുങ്കോട്ട യുദ്ധം നടക്കുന്ന സമയത്തെ രാജാവുമാരാണ്? കാർത്തിക തിരുനാൾ തന്നെയാണ്. ടിപ്പു സുൽത്താനും തിരുവിതാംകൂർ സാമ്രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണേത്? നെടുങ്കോട്ട യുദ്ധം. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി നെടുങ്കോട്ട യുദ്ധം ജയിച്ചതാരാണ്? നമ്മുടെ തിരുവിതാംകൂറാണ്. ഇനി കാർത്തിക തിരുനാളിലെ പ്രശസ്ത ദിവാൻമാരാരൊക്കെയായിരുന്നു? രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയുമായിരുന്നു. ഇനി രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. രാജാ കേശവദാസിന് രാജ എന്ന പേര് നൽകിയത് ആരാണ്? മോണിങ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖത്തിന്റെയും പട്ടണത്തിന്റെയും ചാല കമ്പോളത്തിന്റെയും ശില്പി ആരാണ്? രാജാ കേശവദാസ്. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് നാമകരണം ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തെ പട്ടണം ഏതാണ്? കേശവദാസപുരം. ഏതാണ്? കേശവദാസപുരം. ഇനി വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തിരുവിതാംകൂറിനെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചതാരാണ്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണെന്നൂടെ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും അശക്തനായ ഭരണാധികാരിയായിരുന്നു ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1798 മുതൽ 810 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭരണം എന്താണ്? വലിയ എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഭരണം ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണ ഷെട്ടി, മാത്തു തരകൻ എന്നീ മന്ത്രിമാർ ഏറ്റെടുക്കുകയും ഈ ഭരണം തിരുവിതാംകൂറിനെ കടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനെതിരെ ആരാണ് പ്രതികരിച്ചത്? നമ്മുടെ വേലുത്തമ്പി ദളവ പ്രതികരിക്കുകയും രാജാവ് ഇടപെട്ട് ഈ 3 മന്ത്രിമാരെ സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ശേഷം വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായത് 1802 തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടക്കുന്ന സമയത്ത് രാജാവായിരുന്നത് അവിട്ടം തിരുനാളാണ്. എന്താണ് പട്ടാള ലഹള? തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ വേലുത്തമ്പി ദളവ തീരുമാനമെടുക്കുകയും ഇതിനെതിരെ നടന്നൊരു ലഹളയാണ് പട്ടാള ലഹള. ഇത് നടന്നത് 1804 ഇനി കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷിനെതിരെ നടത്തിയ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ നടത്തുന്നത്. അപ്പൊ വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ച ബ്രിട്ടീഷുകാരനാരാണ്? കേണൽ ലീഗർ ആണ്. അപ്പൊ വേലുത്തമ്പി ദളവ അഭയം പ്രാപിച്ച് ആത്മഹത്യ ചെയ്ത സ്ഥലം ഏതാണ്? മണ്ണടി ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മണ്ണടിയിലാണ്. അതുപോലെ തന്നെ നേപ്പിയർ മ്യൂസിയത്തിലാണ്, തിരുവനന്തപുരത്തുള്ള നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി അവിട്ടം തിരുനാളിന്റെ കാലഘട്ടത്തിലെ പ്രശസ്തരായ ദിവാൻമാർ ആരൊക്കെയായിരുന്നു? വേലുത്തമ്പി ദളവയും ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖം പുതുക്കി പണിതതും ബാലരാമപുരം പട്ടണം സ്ഥാപിച്ചതും ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചതും ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിലെ പോലീസ് സേന അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കാവൽ എന്ന പേരിലാണ്, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ചാണ്. 1810 മുതൽ 15 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജ്ഞിയാണ് അല്ലെങ്കിൽ റാണിയാണ് ആര്? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണെന്ന് നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂറിൽ നേരിട്ട് രാജ്യം ഭരിച്ച ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആണ് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ഏറ്റവും കുറഞ്ഞ കാലത്ത് ഭരണം നടത്തിയതും ഈ റാണിയാണ്. 1810 മുതൽ 13 വരെ നേരിട്ട് തിരുവിതാംകൂർ ഭരിക്കുകയും സ്വാതി തിരുനാൾ ജനിച്ചതിന് ശേഷം 1813 മുതൽ ഗൗരി ലക്ഷ്മിബായി മരണപ്പെടുന്ന 15 വരെ സ്വാതി തിരുനാളിന്റെ റീജന്റായി തിരുവിതാംകൂർ സാമ്രാജ്യത്തെ ഭരിക്കുകയും ചെയ്യുകയുണ്ടായി.
റീജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം ഭരിക്കുന്ന ഒരാൾ എന്നൊരു മീനിങ് ആണ് വരുന്നത്. സ്വാതി തിരുനാളിന് പകരമായിട്ടാണ് 2 വർഷം ആരും ഭരിച്ചത് തിരുവിതാംകൂർ സാമ്രാജ്യം, ഗൗരി ലക്ഷ്മിബായി ഭരിച്ചത്. ഇനി ഗൗരി ലക്ഷ്മിബായിയുടെ സമയത്തെ ദിവാൻ ആരായിരുന്നു? കേണൽ ജോൺ മൺട്രോയാണ്. 1812 അടിമക്കച്ചവടം നിർത്തലാക്കിയ റാണി ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ്. 1812 തന്നെയാണ് നമ്മുടെ കുറിച്യ കലാപം നടക്കുന്നതോട് ഓർത്തിരിക്കുക. ഇനി 1811 മുതൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ. 1814 തിരുവിതാംകൂറിൽ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചതും ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഈ കോടതികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഹുസൂർ കോടതികളാണെന്നോട് ഓർത്തിരിക്കുക. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ 4 ഭരണാധികാരികളുടെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് വരും. ഞാനൊന്ന് റിവൈസ് കൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കാണുക. തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉറപ്പായിരിക്കും. താങ്ക് യു.